എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ടൻ ആ ഒരു കാക്കാത്തലേനെ അടിച്ചു തോൽപ്പിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അവന്റെ ബോഡിയിലൂടെ ഇപ്പൊ ഒരുപാട് പുക അത് പുറത്തേക്ക് വരും. പക്ഷെ ഒരു കൂസലും ഇല്ലാതെ ചിരിക്കുട്ടനാണെങ്കില് ചിരിച്ചോണ്ട് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത ആ വില്ലന്മാരുടെ ലീഡർ അവനാണെങ്കിൽ ഇപ്പൊ പേടിച്ച് നിൽക്കുകയാണ്. അവൻ ഓൾറെഡി കരുതിയത് ചിരിക്കുട്ടന്റെ പവർ അത് കുറഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് അവൻ ഫുൾ ജാടയിട്ട് കാക്കത്തലേനെ ഇറക്കി കളിച്ചത്. പക്ഷെ എന്താ, നമ്മുടെ ചിരിക്കുട്ടൻ കാക്കത്തലേന്റെ തല തന്നെ അടിച്ചു തകർത്തു. കട്ട് ചെയ്ത ഇപ്പൊ ഒരു തലയൊട്ട് വില്ലൻ അവൻ അങ്ങനെ കയ്യിൽ ഇലക്ട്രിക് പവർ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാം തന്നെ ഇപ്പൊ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവനാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് കാണും അവന്റെ കാലിന്റെ താഴെ ഒരു വയറ് അവൻ ഡിസ്കണക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അത് കണ്ട് അതിലൊരു സ്റ്റുഡന്റ് ആവട്ടെ അവൻ നൈസായിട്ട് ആ പ്ലഗ് എടുത്ത് കണക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും വില്ലൻ അവനെ കാണും. സ്റ്റുഡൻസ് എല്ലാവരും പേടിച്ചു വരച്ച് അവനെ നോക്കി നിൽക്കാണ്. കട്ട് ചെയ്താ ഇവിടെ ഹീറോയിൻ ടീംസും ആവട്ടെ അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കാന്നറിയാതെ അവരങ്ങനെ ടെൻഷൻ അടിച്ച് ആ വില്ലന്മാരുടെ നേതാവിനെ തന്നെ ഇപ്പൊ നോക്കി നിൽക്കും. അപ്പൊ ചിരിക്കുട്ടൻ വിളിച്ചു ചോദിക്കും, നീ ആയിട്ട് ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ചിരിക്കുട്ടന്റെ ഡയലോഗ് കേട്ട് ഇപ്പൊ ചോപ്പം മുടിയനും ചപ്രത്തലേനും രോമാഞ്ചിഫിക്കേഷനും ഒക്കെ വന്ന് അങ്ങനെ തരിച്ചു നിൽക്കാണ്. വാ, അതാണ് ഞങ്ങളുടെ നേതാവിന്റെ പവർ, ഞങ്ങളുടെ ചിരിക്കുട്ടൻ, അവനെ ആർക്കും തോപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവര് വീണ്ടും ഇപ്പൊ ചിരിക്കുട്ടന്റെ പേര് വിളിച്ച് ചേർ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും ചിരിക്കുട്ടന്റെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പുക പുറത്തേക്ക് വരും. ഹീറോയ്ക്ക് മനസ്സിലാവും ഇനി അധികം താമസമില്ല, അവൻ എത്രയും പെട്ടെന്ന് അവന്റെ പവർ പോയി മെലിഞ്ഞുണങ്ങും. ചിരിക്കുട്ടൻ അവൻ ശ്വാസം മുറുക്കി പിടിച്ച് അവന്റെ പവർ അത് നഷ്ടപ്പെട്ടു പോവാതെ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കാണ്. അപ്പ ആ കരിവില്ലൻ അവനിപ്പോ വിളിച്ചു പറയും, ചുന്ദരന്റെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പുക പുറത്തേക്ക് പോകുന്നുണ്ട്, ഉറപ്പായിട്ടും കാക്കാത്തലേനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ പവർ അതിപ്പോ കുറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മുൻപില് അധികം സമയമില്ല, പുറത്തേക്ക് പോയവൻ അവൻ അടുത്ത സൂപ്പർ ഹീറോസുമായിട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇവനെ എങ്ങനെയെങ്കിലും തല്ലിക്കൊല്ലണം. ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവനിപ്പോ ആ ലീഡറിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ ആ ലീഡറിന് മനസ്സിലാവും അവർക്ക് ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്ന്. ഉടനെ അടികൊണ്ട് വീണ് കിടന്ന വില്ലന്മാര് അവരും ഇപ്പൊ പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും ഇവരെല്ലാവരും ചേർന്ന് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാനാണ് റെഡി ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ആ ലീഡർ വില്ലനും കരിവില്ലനും അവർ രണ്ടുപേരും ചിരിക്കുട്ടന് നേരെ പാഞ്ഞടുക്കാണ്. അത് കണ്ട് ഹീറോ അവൻ നോ എന്ന് അലറിക്കാറി ഇപ്പൊ ഫുൾ പവറിൽ ഓടി വന്ന് അവന്റെ കാല് നിലത്ത് കുത്തി മുകളിലേക്ക് ചാടും. അവന്റെ കാലില് ഇപ്പൊ ഫുൾ പവർ വന്നതുകൊണ്ട് തന്നെ അവന്റെ കാല് ഡാമേജ് ആവും. അടുത്തതായിട്ട് അവന്റെ കയ്യിലേക്ക് ഫുൾ പവർ ഉണ്ടെന്ന് ആ കരിവില്ലനെ അടിക്കാനായിട്ട് അവന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും ആ കരിവില്ലൻ അവന്റെ കൈ നീട്ടി ഹീറോയെ പിടിക്കാൻ നോക്കും. ഹീറോ പേടിച്ച് നിൽക്കുന്ന അതേ സമയത്ത് ഹീറോയുടെ സ്കൂളിലെ മറ്റൊരു ടീച്ചർ ഇപ്പൊ ഗണ്ണുപയോഗിച്ച് അവന്റെ കയ്യിൽ തന്നെ ഷൂട്ട് ചെയ്യാണ്. പിന്നീട് അറഞ്ചം പുറഞ്ചം ചുറ്റുണ്ടായിരുന്ന വില്ലന്മാരെല്ലാവരെയും അവൻ വെടിവെച്ച് വീഴ്ത്താൻ തുടങ്ങും. അപ്പോഴായിരിക്കും എല്ലാവരും ഒരു കാര്യം കാണുക, ലോങ് ഷോട്ടില് സിറ്റിയിലുള്ള എല്ലാ സൂപ്പർ ഹീറോസിനെയും ഇപ്പൊ കണ്ണാടി പയ്യൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. ഹീറോസ് ആവട്ടെ ഇപ്പൊ വില്ലന്മാരെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലന്മാർക്ക് മനസ്സിലാവും ഇനി നിന്നാ തീർച്ചയായിട്ടും അവരുടെ കഥ കഴിയും. കരിവില്ലൻ അവരുടെ ലീഡറുമായിട്ട് ബ്ലാക്ക് ഹോൾ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും സ്പേസ് ഹീറോ ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് ആ ബ്ലാക്ക് ഹോള് അത് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ബ്ലാക്ക് മോൺസ്റ്റർ അവനെ ടെലിപ്പോർട്ട് ചെയ്യും. ലീഡർ വില്ലൻ അവനിപ്പോ ചിരിക്കുട്ടനെ നോക്കി പറയും, നീ ഇത്തവണ രക്ഷപ്പെട്ടു, പക്ഷെ അടുത്ത തവണ തീർച്ചയായിട്ടും നിന്നെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞ് അവൻ ആ ബ്ലാക്ക് ഹോളിലേക്ക് പോവും. അതിന് ചിരിക്കുട്ടൻ പറയും, രക്ഷപ്പെട്ടത് നീയാണ്, അടുത്ത തവണ വന്നാ ഉറപ്പായിട്ടും നീ പിന്നെ തിരിച്ചു പോവില്ല. അങ്ങനെ വില്ലന്മാരെല്ലാവരും ആ ബ്ലാക്ക് ഹോളിലൂടെ രക്ഷപ്പെടും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ സേഫാണ്. പക്ഷെ എന്താ, നമ്മുടെ ഹീറോയുടെ കാല് തകർന്ന് അവൻ അനങ്ങാൻ കഴിയാതെ അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ചിരിക്കുട്ടൻ അവനിപ്പോ പതിയെ പതിയെ മെലിഞ്ഞുണങ്ങാൻ തുടങ്ങും. ചോപ്പനാവട്ടെ ഇപ്പൊ ചിരിക്കുട്ടന്റെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ പുക കാരണം അവൻ ചിരിക്കുട്ടനെ കാണില്ല. അപ്പോഴേക്കും വേറൊരുത്തൻ അവിടെ ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ചിരിക്കുട്ടന്റെ യഥാർത്ഥ രൂപം അവൻ കാണില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ വില്ലന്മാരുടെ ലീഡർ അവൻ ഒരുപാട് അടിയും പരുക്കും പറ്റി അവൻ വേദന കൊണ്ട് കരയാണ്. അവനിപ്പോ മാസ്റ്റർ വിളിച്ചു പറയും, നിങ്ങൾ നുണ പറയായിരുന്നു, ചിരിക്കുട്ടന് അവന് യാതൊരു കുഴപ്പമില്ല, അവന് പഴയതിനെ കഴിഞ്ഞും കൂടുതൽ പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവനൊരു ടി വിയിലേക്ക് നോക്കും. ആക്ച്വലി ഈ ഒരു ടി വിയിലാണ് അവന്റെ മാസ്റ്റർ ഉള്ളത്.
മാസ്റ്ററിന്റെ രൂപമൊന്നും ഇപ്പൊ കാണിക്കില്ല, പക്ഷെ ഒരു ശബ്ദം ഇപ്പൊ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതിനാ മാസ്റ്റർ അടിച്ചു പറയും, ഞാൻ പറഞ്ഞത് അത് സത്യമാണ്. ചിരിക്കുട്ടന്റെ പവർ അതൊരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാന സമയത്ത് നീയും ബ്ലാക്ക് മോൺസ്റ്ററും ചേർന്ന് ചിരിക്കുട്ടനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോ ആ ഒരു പയ്യൻ അവനാണ് നിങ്ങളെ തടഞ്ഞത്. അവനും ഏകദേശം ചിരിക്കുട്ടന്റെ അതേ സിമിലർ പവറാണ്. അവൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് ചിരിക്കുട്ടനെ കൊല്ലാൻ കഴിയുമായിരുന്നു. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ലീഡറിന് ആവേശാവും. മാസ്റ്റർ പറയും, നിങ്ങളുടെ ആവേശം കളയരുത്. ഇതേ ആവേശത്തോടു കൂടെ തന്നെ ആ ചിരിക്കുട്ടനെ വീണ്ടും നിങ്ങൾ തന്നെ തകർത്ത് കളയണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അപ്പൊ അവിടെ പോലീസ് വന്ന് അടികെട്ടി അവിടെ സ്റ്റെക്കായി പോയ വില്ലന്മാരെ മുഴുവൻ തന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. മറ്റൊരു പോലീസ് നമ്മുടെ സ്റ്റുഡൻസിന്റെ എണ്ണം അത് കറക്റ്റ് ആയിട്ട് എടുക്കും. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അപകടങ്ങള് പറ്റിയിട്ടുണ്ടോ എന്നിപ്പോ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പ്രിൻസസ് അവള് സ്റ്റൈലായിട്ട് ചോദിക്കും, ഈ ഒരു ഫൈറ്റിന്റെ സമയത്ത് ഞാൻ എവിടെയായിരുന്നെന്ന് നിനക്കറിയാമോ തവളപ്പെണ്ണെ? അതിനവള് പറയും, എനിക്കറിയില്ല. ഓക്കെ, എങ്കിൽ നീ ചോദിക്ക് ഞാൻ എവിടെയായിരുന്നു എന്ന്. അപ്പൊ തവളപ്പെണ്ണ് ചോദിക്കും, ശരി, നീ എവിടെയായിരുന്നു? അപ്പൊ അവള് കൈ വീശി പറയും, അത് ഞാൻ പറയില്ല, അതൊരു അരമന രഹസ്യമാണ്. സ്റ്റുഡൻസ് എല്ലാവരും അവരവരെ തന്നെ പരിശോധിക്കും, എവിടെയെങ്കിലും എന്തെങ്കിലും പരുക്ക് പറ്റിയിട്ടുണ്ടോന്ന്. മറ്റൊരു ഭാഗത്ത് ഹോസ്പിറ്റലില് ഇപ്പൊ സ്പേസ്മാൻ അവൻ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഡോർ ചോദിക്കും, ഇസുക്ക് പയ്യനും ചിരിക്കുട്ടനും അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? അതിന് പോലീസ് പറയും, കുഴപ്പമൊന്നുമില്ല, അവർ രണ്ടുപേരും ഗ്രാൻഡ്മയുടെ ട്രീറ്റ്മെന്റിലാണ്. അധികം വൈകാതെ അവർ ഓക്കെ ആവും. കട്ട് ചെയ്ത ചപ്രത്തലയൻ അവൻ ഇത്തവണയും ഒരുപാട് ദേഷ്യത്തിലാണ്. കാരണം ഇപ്രാവശ്യവും ഹീറോ അവൻ ഫൈറ്റ് ചെയ്ത് തകർത്തു. മറ്റൊരു ഭാഗത്ത് ടീച്ചേഴ്സ് ഇപ്പൊ സ്കൂളിന്റെ സെക്യൂരിറ്റീസ് അതെങ്ങനെ കൂട്ടാം എന്ന് കൂലങ്കക്ഷമായി ചിന്തിക്കുകയാണ്. ഇവിടെ പോലീസ് ആവട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ മുഴുവൻ അന്വേഷിച്ച് ആ ഒരു കാക്കത്തലയൻ വില്ലനെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യും. അപ്പൊ ഡിറ്റക്റ്റീവ് ആള് പ്രിൻസിപ്പലോട് പറയും, ഞങ്ങൾക്ക് ഈ സ്കൂള് അത് മുഴുവൻ ഒന്ന് ചെക്ക് ചെയ്യണം, ഇവിടുത്തെ സെക്യൂരിറ്റി എല്ലാം ഒന്ന് അസസ് ചെയ്യണമെന്ന് പറയുമ്പോ അതിന് പ്രിൻസിപ്പൾ പറയും, തീർച്ചയായിട്ടും എന്റെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾ കൊടുക്കണം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഹീറോയും ചിരിക്കുട്ടനും അവര് രണ്ടുപേരും ഒരുപാട് അടിയൊക്കെ കിട്ടി ബാൻഡേഡിൽ ചുറ്റിപ്പൊതിഞ്ഞ് അങ്ങനെ കിടക്കാണ്. അപ്പൊ ആ ഡിറ്റക്റ്റീവ് അവിടേക്ക് വരും. പക്ഷെ ചിരിക്കുട്ടൻ അവന് യാതൊരു കൂസലും ഇല്ലാതെ അവൻ അങ്ങനെ ഇരിക്കും. അത് കണ്ട് ഹീറോ ടെൻഷൻ ആവുമ്പോ ഇപ്പൊ ചിരിക്കുട്ടൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ എല്ലാ കാര്യങ്ങളും അവൻ അറിയാം. അങ്ങനെ ചിരിക്കുട്ടൻ നടന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ ഡിറ്റക്റ്റീവിനോട് പറയാൻ തുടങ്ങും. ഡിറ്റക്റ്റീവ് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അധികം ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് ഏറ്റവും കൂടുതൽ പരുക്ക് പറ്റിയത്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നിസ്സാര പരുക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഒരുപാട് റിസ്ക് എടുത്തു, അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോ ഈ അവസ്ഥയായത്. നിങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ പവർഫുൾ ആണ്. കാരണം ഫസ്റ്റ് ഇയറിൽ തന്നെ അവര് റിയൽ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇവരെല്ലാവരും നല്ല സൂപ്പർ ഹീറോസ് ആവുമെന്ന് പറയുമ്പോ ഹീറോയ്ക്കാവട്ടെ അവന്റെ സന്തോഷം അതടക്കാൻ കഴിയില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹീറോയുടെ ഹെൽത്ത് ഒക്കെ റെഡി ആയിട്ട് അവൻ വീണ്ടും ഫ്രണ്ട്സിന്റെ ഒപ്പം ചിരിച്ചും കളിച്ചും ഇപ്പൊ ക്ലാസ്സിൽ പോവാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ പല്ല് തള്ളി നാക്ക് നീട്ടി ഏതോ ഒരു ഭീകര രൂപം അതങ്ങനെ തുറിച്ചു നോക്കി അനങ്ങാതെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോപൊളി.